ഒരു ഹാഫ് ടൈം പ്രകടനം വെച്ചുകൊണ്ട് എംബാപ്പയെ ഒരിക്കലും അളക്കരുത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിലും എംബാപ്പയെ കാണാനില്ലേ എന്ന് കളിയാക്കി നിൽക്കുമ്പോഴാണ് അയാൾ വന്ന് 3 അടിയിൽ ഞെട്ടിക്കുന്നത്. കിരീടം ഷൂട്ടൌട്ടിൽ നഷ്ടപ്പെട്ടെങ്കിലും ഗോൾഡൻ ബൂട്ടുമായാണ് അയാൾ ആ പോഡിയം ഇറങ്ങിയത്. ഇന്ന് സെനഗലിനെതിരെയും സെക്കൻഡ് ഹാഫ് ഷോ. എംബാപ്പയെ ടച്ചിലല്ല എന്ന് തോന്നിപ്പിച്ച ആദ്യ പകുതിക്ക് ശേഷമായിരുന്നു അത്. മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെ വെറും 15 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 14 ഗോളായി. 16 ഗോൾ നേടിയ അർജന്റീനയുടെ ലയണൽ മെസ്സിയും ജർമ്മനിയുടെ ക്ലോസയുമാണ് ലിസ്റ്റിൽ ഒന്നാമത്. ഇരുവരും 5ഉം 6ഉം ലോകകപ്പ് കളിച്ചവരുമാണ്. ഗോൾ കീപ്പറുടെ പൊസിഷൻ നോക്കി അടിച്ച ലോങ് റേഞ്ചർ ഗോൾ അന്യായമായിരുന്നു. മൈക്കൽ ഒലീസ നൽകിയ പാസിന് നൽകിയ ക്ലിനിക്കൽ ഫിനിഷും ഗംഭീരം. സഹതാരങ്ങൾക്ക് പന്തെത്തിക്കുന്നതിലും മിടുക്ക് കാണിച്ചു. റയൽ മാഡ്രിഡിൽ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമിടയിൽ നിന്നിടത്തു നിന്നും നീല ജേഴ്സിയിലെത്തിയപ്പോൾ 27-കാരന്റെ മാരക റിഡംഷൻ. അതെ, ഫ്രഞ്ച് പട അവരുടെ നായകന് പിന്നിൽ പടയോട്ടം തുടങ്ങിയിരിക്കുന്നു. സെനഗലിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് മരണ ഗ്രൂപ്പായ ഗ്രൂപ്പ് ഐയിൽ ആധിപത്യമുറപ്പിച്ചിരിക്കുന്നു. അരങ്ങേറ്റക്കാരായ ഡ്യൂവെ, ബാർക്കോള തുടങ്ങിയവരുടെ അടക്കം പ്രകടനം കൂടി നോക്കുമ്പോൾ ഒന്ന് വ്യക്തം: തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനലിലും ഫ്രഞ്ച് പടയോട്ടം കാണും. പറ്റുമെങ്കിൽ ഒരുപക്ഷെ അവർ കപ്പുമടിക്കും. അവിടെ ഖത്തറിലെ കണ്ണീരിന്റെ കണക്ക് എംബാപ്പെ തീർക്കും, തീർച്ച.